വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ് അബീവിയസ് ആണ്. മക്കളെ നമ്മുടെ EVSലെ 3rd ചാപ്റ്റർ ഫ്രം ടേസ്റ്റിംഗ് ടു ഡൈജസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് രുചി അറിയുന്നത്, നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭക്ഷണങ്ങളും ഇഷ്ടമാകുന്നതും ഇഷ്ടമല്ലാണ്ടായി മാറുന്നതും എന്തിന്റെ ബേസിസിലാണ്? നമുക്ക് ആ രുചിയുടെ ബേസിസിലാണ് അല്ലേ. അപ്പോൾ ചില സാധനങ്ങൾ ചിലർക്ക് മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചോക്ലേറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻഡീസ് ഇതുപോലുള്ള സാധനങ്ങൾ ഇഷ്ടമായിരിക്കും. ചിലർക്ക് എരിവ് ഇഷ്ടമുള്ളവർക്ക് അതും അറിയാൻ പറ്റും അല്ലേ. സോ എങ്ങനെയാണ് നമ്മൾ ഈ ടേസ്റ്റ് ഒക്കെ അറിയുന്നത്? ഭക്ഷണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മധുരമുള്ളത് ഏതാണ്, പുളിയുള്ളത് ഏതാണ്, ഉപ്പുള്ളത് ഏതാണ്, എരിവുള്ളത് ഏതാണ് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നമുക്കറിയാം നമ്മുടെ നാവിലൂടെയാണല്ലേ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം. നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ, നമുക്ക് ഒരാൾ നമ്മളെ ടച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്കിൻ കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് നമ്മുടെ ഇയേഴ്സ് ഉണ്ട്, കാണാനായിട്ട് ഐസ് ഉണ്ട്, ശ്വസിക്കാനായിട്ട് നമുക്ക് നോസ് ഉണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്? ടങ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്പർശനം അറിയാനായിട്ട് സെൻസ് അറിയാനായിട്ട് നമുക്ക് എന്തുണ്ട്? സ്കിൻ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്, നമ്മുടെ 5 സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ മൗത്തിനെ, നമ്മുടെ ടങ്ങിനെ പറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ടേസ്റ്റ് ബഡ്സ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സ്. ഈ ടേസ്റ്റ് ബഡ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ രുചിയും എന്താണ് എന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം നാക്കൊന്ന് നീട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് കാണാം? ടേസ്റ്റ് ബഡ്സ് കാണാം. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡ് എന്തായി മാറും? നമ്മുടെ സലൈവയിൽ, നമ്മുടെ നാവിൽ ഒരു ഉമിനീരുണ്ടല്ലേ, ആ സലൈവയിൽ ഈ ഫുഡ് ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഫുഡ് ഡിസോൾവ്സ് ഇൻ സലൈവ ആൻഡ് സ്റ്റിമുലേറ്റ് ദ ടേസ്റ്റ് ബഡ്സ് ഓൺ ദിസ് ടങ്. അല്ലെ, നമ്മുടെ ടങ്ങിലുള്ള ഈ ടേസ്റ്റ് ബഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിനിലെത്തി ബ്രെയിൻ ഇത് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. സോ വെൻ ദ സ്റ്റിമുലേഷൻ റീച്ചസ് ദ ബ്രെയിൻ ആസ് ഇമ്പൾസ് ത്രൂ അവർ നെർവ്സ്, നമ്മുടെ നെർവ്സിലൂടെ ഇമ്പൾസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ഇതെത്തും. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ഐഡന്റിഫൈ ചെയ്യും. സോ ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? സോൾട്ട്, ഉപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ സോൾട്ട്, അതുപോലെ തന്നെ പുളി, നല്ല സോർ ടേസ്റ്റ് അറിയാൻ പറ്റും, സ്വീറ്റ്നെസ് അറിയാൻ പറ്റും, ഇനി കയ്പുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റർനെസ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ അറിയാനായിട്ട് നമ്മുടെ നാവിന്റെ ഓരോരോ പോർഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ബാക്ക് പോർഷനിലാണ് നമുക്ക് ബിറ്റർനെസ് അറിയുന്നത്. നമുക്ക് കയ്പുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു പോർഷനിലുള്ള ടേസ്റ്റ് ബഡ്സിലാണ്. ഇനി നമുക്ക് സോർ, പുളിയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നിടത്താണ് നമുക്ക് സോർ അല്ലാന്നുണ്ടെങ്കിൽ നല്ല പുളിപ്പറിയാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്വീറ്റ് ആണെന്നുണ്ടെങ്കിൽ നാവിന്റെ ഏറ്റവും തുമ്പത്തുള്ള ഈ ഒരു പോർഷനിലാണ് നമുക്ക് സ്വീറ്റ്നെസ് അറിയാൻ പറ്റുന്നത്. ഇനി സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു ബ്ലൂ കളറിലെ പോർഷനിലാണ് നമുക്ക് സോൾട്ട്നെസ് അറിയാൻ പറ്റുന്നത്. സോ അതാണ് നമ്മൾ പറയുന്നത് ഇവിടെ ബിറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ യെല്ലോ കളറിൽ നമുക്ക് സോർ ആണ്. ഇനി നമുക്ക് സോൾട്ട് ആയിട്ടുള്ളതാണ് സോൾട്ട്നെസ് അറിയുന്നതാണ് ഈ നാവിന്റെ ഈ ഒരു പോർഷൻ. അതുപോലെ തന്നെ സ്വീറ്റ്നെസ് അറിയുന്നത് നാവിന്റെ ഏറ്റവും തുമ്പത്തൊരു പോർഷനിലാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും ഏതൊക്കെ പോർഷനിൽ എന്തൊക്കെ ടേസ്റ്റ് ആണ് ഉള്ളതെന്ന്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാടാ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ bye bye and see you again.